തൊണ്ണൂറോളം ശത്രുവിന്റെ വെട്ടുകളാണ്. ഓ ചെറുപ്പക്കാരെ, ആ സ്വഹാബത്ത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅത്തത്തിന്റെ രണരംഗത്ത് വെച്ച് 90ഓളം മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ട് ഷഹീദായിട്ടുള്ളത് ആ ശുഹദാക്കൾക്ക് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഉഹുദ് രണരംഗത്ത് വെച്ചുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ അതാ പുറകിലേക്ക് മുതുകിലേക്ക് വഹ്ശി എന്ന് പറയുന്ന അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന വ്യക്തി മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലേക്ക് വാളുകൊണ്ടങ്ങ് വെട്ടിയപ്പോ നിലത്തങ്ങ് വീണു. അപ്പഴതാ ഹിന്ദെന്ന പെണ്ണ് കടന്നു വന്ന് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് കീറിയിട്ട് പള്ള കീറിയിട്ട് കുടൽമാല പുറത്തേക്ക് എടുത്ത് ചവച്ചു തുപ്പിയില്ലേ. ആ ശുഹദാക്കൾക്ക് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുപോലത്തെ ശുഹദാക്കൾക്ക് കിട്ടിയ ഒരു ഷഹീദിന്റെ പ്രതിഫലമല്ല, 2 ശുഹദാക്കളെ പ്രതിഫലമല്ല, അതുപോലത്തെ 10 ശുഹദാക്കളെ പ്രതിഫലമല്ല, 50 അല്ല, 100 ഷഹീദിന്റെ പ്രതിഫലം, 100 ശുഹദാക്കളുടെ പ്രതിഫലം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്യുന്നു. 100 ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നു. സ്വഹാബത്ത് ചെയ്തതുപോലെ നമ്മൾ വാളെടുക്കേണ്ടതില്ല, പരിചയെടുക്കേണ്ടതില്ല, കത്തിയെടുക്കേണ്ടതില്ല, യുദ്ധത്തിനൊരുങ്ങേണ്ടതില്ല, രക്തം അതാ ചീന്തേണ്ടതില്ല, കൈകളും കാലുകളും സമർപ്പിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ സുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതു ഷഹീദ്. അവസാന കാലഘട്ടത്ത് എല്ലാ രംഗത്തും ഫസാദുകളും ഫിത്നകളും നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ചര്യ പിൻപറ്റുന്നവരാരോ, എന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാരോ, ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നവനാരോ, ഫലഹു അജ്റു മിഅതു ഷഹീദ്, അവനിക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കേണ്ടതുണ്ട്. ആ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയായി വരണം. ആ മഹബ്ബത്താണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമുക്കെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടെന്ന് പറയുക? ഈ സദസ്സിൽ വരുന്നവരാൽ നമ്മുടെ നാട്ടിൽപ്പെട്ടവരാണ്, വളരെ പാവപ്പെട്ടവനാണ്, വളരെ പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവന് മനുഷ്യനിക്ക് ജീവിക്കാൻ ഗതിയില്ല. ആ പാവപ്പെട്ട മനുഷ്യനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവനിക്ക് ഗതിയില്ല, ഒരു ജോലിയും ഇല്ല, രോഗിയാണ്. അങ്ങനത്തെ ഒരു പാവപ്പെട്ടവനിക്ക് ആ നാട്ടിലെ ഒരു വലിയ മുതലാളി, ആ മുതലാളി തീരുമാനിച്ചു, നിനക്ക് ഞാൻ ഓരോ മാസവും 5000 ഉറുപ്പിക നിനക്ക് ഞാൻ നിന്റെ ചെലവിന് വേണ്ടി തരാം എന്നൊരു മുതലാളി തീരുമാനിച്ചാൽ ആ മുതലാളിയോട് ആ പണം തരുന്നവനോട് ഈ പാവപ്പെട്ടവനിക്ക് എന്ത് സ്നേഹമായിരിക്കും? അവൻ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കും. ഈ പണം തരുന്ന 5000 ഉറുപ്പിക ഒരു മാസത്തിൽ തരുന്നവൻ എന്തു പറഞ്ഞാലും ഇവൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഏത് പാതിരാത്രി വിളിച്ചാലും, ഏത് ഉറക്കിൽ വിളിച്ചാലും, എപ്പ വിളിച്ചാലും ഉടനെ ആ മുതലാളിയുടെ വീട്ടിൽ ഓടിയെത്തുന്നു. അവൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്നു, അതിനൊരു മടിയും ഇല്ല. ഏത് ഉറക്കും അവന് പ്രശ്നമല്ല, ഏത് പ്രയാസവും അവന് ഒന്നും പ്രയാസമാകുന്നില്ല. കാരണം അവൻ എനിക്കൊരു മാസത്തിൽ 5000 ഉറുപ്പിക ചെലവിന് തരുന്നു എന്നുള്ളതാണ്. എന്നാൽ മോമിനീങ്ങളെ നോടുള്ള മഹബ്ബത്താണ്. കാരണം ആ മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുകയില്ല, മുതലാളിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അവൻ ചെയ്യൂല. കാരണം അവനിന്ന് നിഅമത്ത് കിട്ടുന്നു. എന്നാൽ
നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് മഹബ്ബത്തുണ്ടെന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് മഹബ്ബത്തുണ്ടോ? അതാലോചിക്കാൻ വലിയ പണിയൊന്നുമില്ല. കാരണം ആ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ നമ്മൾ ചെയ്യുന്നത്? ആ തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? അല്ല, ഇഷ്ടമുള്ളത് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മഹബ്ബത്തുണ്ടെന്ന് പറയാൻ പറ്റുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നവൻ, മഹബ്ബത്ത് വെക്കുന്നവൻ ഒരിക്കലും തന്നെ തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുകയില്ല. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒന്നും അവൻ പ്രവർത്തിക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവൻ, കുറ്റം ചെയ്യുന്നവൻ, ദോഷം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് മോമിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഈ അവസാന കാലഘട്ടത്ത് വളരെ ലോകം ഫസാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഖിയാമത്ത് നാളിന്റെ ചണ്ടിച്ചവറുകളായ നാം നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് വിജയത്തിലെത്താൻ നമുക്കുള്ള ഒരു വഴിയാണ്, ഒരു നിദാനമാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ കഴിവിന്റെ പരമാവധി മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ അത് സൽക്കർമ്മങ്ങളായി പരിവർത്തനമാകണം, അത് നന്മയാകണം. ആ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്തു പോകരുത്. നിസ്കാരം ഖളാക്കുന്നവൻ, നിസ്കരിക്കാത്തവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കാൻ കഴിയില്ല. അതുപോലെ ഹറാമു ചെയ്യുന്നവൻ, ഹറാമുമായി ബന്ധപ്പെടുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ കഴിയില്ല. ഇങ്ങനെ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവൻ, മോശപ്പെട്ട